ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിൽ 3200 രൂപയാണ് പെൻഷനായി ലഭിക്കുവാൻ പോകുന്നത്. അതായത് ഡിസംബർ മാസത്തിലെ തനതു പെൻഷനും കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവും കൂടി ചേർന്ന് 3200 രൂപ ലഭിക്കുമെന്ന് അറിയിപ്പ് നേരത്തെ തന്നെ എത്തിയിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഈ തുക ഡിസംബർ മാസത്തിൽ തന്നെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുമെന്ന സൂചനയും എത്തിയിരുന്നു. എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നവംബർ 6 വിതരണം ചെയ്ത ആനുകൂല്യവും ചിലർക്ക് മുടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ പലർക്കും ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ എത്രയും വേഗം ചെയ്യുകയും വേണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്റ്ററിംഗ് ആണ്. അതായത് മസ്റ്ററിംഗ് ചെയ്തു എന്ന ധാരണത്താൽ നിരവധി പേരുണ്ടായിരുന്നു. ആനുകൂല്യം മുടങ്ങിയപ്പോഴാണ് ഇവർ ഇക്കാര്യം അറിയുന്നത്. പഞ്ചായത്തിലും അതോടൊപ്പം സേവന പെൻഷൻ വെബ്സൈറ്റിലുമൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഇവർ ഇക്കാരണത്താലാണ് തുക മുടങ്ങിയത് എന്നറിയുന്നത് തന്നെ. അതിനാൽ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം തുക മുടങ്ങിയവർ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാ മാസങ്ങളിലും 20-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരമുണ്ട്. ചില സമയങ്ങളിൽ ഇത് ലഭ്യമാകാറില്ല. അങ്ങനെ വന്നാൽ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള സമയം നീണ്ടുപോകും. അതായത് എന്നാണോ നമ്മൾ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ നമുക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ. തുടർച്ചയായി ആനുകൂല്യം വാങ്ങാതിരുന്നാലോ അല്ലെങ്കിൽ ലഭിക്കാതിരുന്നാലോ ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഒരുപക്ഷെ നിർജ്ജീവമാവുകയും പെൻഷൻ പട്ടികയിൽ നിന്ന് ആ വ്യക്തി പുറത്താകുന്നതിനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിധവാ പെൻഷൻ വാങ്ങുന്നവരും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിത സ്കീമിൽ ഉൾപ്പെട്ട സ്ത്രീ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. അവരിൽ പലരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്ന കാരണത്താൽ ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ട്. എല്ലാ വർഷങ്ങളുടെയും തുടക്കത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ രേഖ ആവശ്യപ്പെടാറുണ്ട്. ഈ രേഖ ഹാജരാക്കാതെ പോയവർക്കൊക്കെ ഇപ്പോൾ ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിനാൽ അവർ എത്രയും വേഗം ഈ രേഖകൾ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നിയമം ബാധകമല്ല. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പെൻഷൻ വാങ്ങുന്നവരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുക. ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്രവിഹിതം കൈപ്പറ്റുന്ന 7 ലക്ഷത്തോളം പേരുണ്ട്. ഈ 7 ലക്ഷം പേരിൽ ചിലർക്ക് ആനുകൂല്യം മുടങ്ങുന്നുണ്ട്. തുടർച്ചയായി ഇത്തരത്തിൽ ആനുകൂല്യം മുടങ്ങുന്നവർ പഞ്ചായത്തുമായി ബന്ധപ്പെടുവാൻ ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പെൻഷൻ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുക. തുടർച്ചയായും മുടങ്ങുന്നവർ ഇക്കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പെൻഷൻ വിവരങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് ഒന്ന് പരിശോധിച്ചാൽ മതി. എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ ഹാജരാക്കിയിട്ടുള്ളത്, എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്, മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിലൂടെ അറിയുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.